ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ കർഷകരുടെ വിവിധങ്ങളായ ജീവൽ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും മേൽ നടപടികൾ സ്വീകരിക്കുന്നതിനും ഒരു പഠന സംഘത്തെ നിയോഗിക്കുകയുണ്ടായി. ആ പഠന സംഘം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കർഷകരുമായി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്നത്. അവർ അത്യധ്വാനം ചെയ്ത് മണ്ണിൽ പണിയെടുത്ത് വിളയിക്കുന്ന വിളവിന്, നെല്ലിന്, അത് മുഴുവൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുത്ത ശേഷം അതിൻ്റെ വില കിട്ടാതെ വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് കർഷകരിന്ന് ജീവിക്കുന്നത്. ഈ വക കാര്യങ്ങളാണ് വളരെ പ്രധാനമായും കർഷകർ ചൂണ്ടിക്കാണിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിച്ചിരിക്കുന്ന കൃഷിനാശം വളരെ വലുതാണ്. പല ഇടങ്ങളിലും വെള്ളം കിട്ടാത്ത അവസ്ഥ, കുട്ടനാട്ടിൽ ഓരുവെള്ളത്തിൻ്റെ പ്രശ്നം, വേമ്പനാട് കായലിൽ മാലിന്യങ്ങൾ കുന്നടിഞ്ഞതുമൂലം സംഭവിച്ചിട്ടുള്ള പാരിസ്ഥിതിക വിനാശം, അതുപോലെ കൃഷിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി രോഗങ്ങൾ, ഇങ്ങനെ നിരവധി പ്രതികൂലമായ അവസ്ഥയെ തരണം ചെയ്തുകൊണ്ടാണ് കർഷകർക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നത്. കാർഷിക രംഗത്ത് വലിയൊരു പ്രതിസന്ധി ആണ് നിലനിൽക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ, കുട്ടനാട്, അങ്ങനെ പല പ്രധാനപ്പെട്ട നെല്ലറകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. കർഷകരുടെ അവരുടെ ദുഃഖങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. ആ പ്രശ്നങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയ നിവേദനങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ ഡൽഹിയിലെത്തി ഞങ്ങൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളെ സമീപിച്ചത്. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി, കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, ജലശക്തി വകുപ്പ് മന്ത്രി CR പട്ടീൽ, ടൂറിസം വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങി 6ഓളം മന്ത്രിമാരെ നേരിൽ കണ്ട് ഈ കേരളത്തിൻ്റെ കാർഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് നിവേദനം നൽകുകയുണ്ടായി. കർഷകരുടെ പ്രശ്നം നെല്ലുൽപാദനം അത് ആദായകരമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കാർഷിക വൃത്തിയെ അവലംബിച്ച് കഴിയുന്ന ഈ കർഷകർക്ക് നെൽപ്പാടങ്ങളെ കുറച്ചുകൂടി ആദായകരമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ കാർഷിക വിദഗ്ധന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ അഭിപ്രായം അനുസരിച്ച് കൃഷിയോടൊപ്പം തന്നെ മത്സ്യകൃഷി, അതുപോലെ നെൽപ്പാടങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ എക്കോ ടൂറിസവും ഫാം ടൂറിസവും ഒക്കെ വികസിപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്യണം എന്ന നിർദ്ദേശമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിമാരെ എല്ലാവരെയും കണ്ടത്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടൂറിസം വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ കുട്ടനാട്ടിലും തൃശ്ശൂർ കോൾനിലങ്ങളിലും ഒക്കെ തന്നെ മത്സ്യകൃഷി അത് വികസിപ്പിച്ചെടുത്താൽ കൂടുതൽ ആദായകരമായി കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഴിയും. അപ്പോൾ ഇതേക്കുറിച്ചെല്ലാം മന്ത്രിമാരുമായി സംസാരിച്ചു. അവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഈ വക വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ തങ്ങളുടെ മന്ത്രാലയങ്ങളിൽ നിന്നും ഒരു വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കും എന്ന ഉറപ്പാണ് നൽകിയത്. ഈ കാർഷിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രത്തിൽ നിന്നും വിദഗ്ധ സംഘം കേരളത്തിൽ യാത്ര ചെയ്ത് കർഷകരുമായും
കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥന്മാരുമായും വിദഗ്ധന്മാരുമായിട്ടെല്ലാം ചർച്ച ചെയ്തു പ്രശ്ന പരിഹാരത്തിന് ഒരു സമയബന്ധിത കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഈ വിദഗ്ധ സംഘം പ്രവർത്തിക്കുക. അത് ഒരു ഉറപ്പാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം കേരളത്തിലെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അങ്ങേയറ്റം ഉത്കണ്ഠ രേഖപ്പെടുത്തി. അതായത് കടലിലെ വെള്ളനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ഒരിടം, ഒരു പാടശേഖരം എന്നുള്ള നിലയ്ക്ക് കുട്ടനാട് സവിശേഷതകൾ ധാരാളമുള്ള ഒരു കൃഷിഭൂമിയാണ്. ഒരുപക്ഷെ നെതർലാൻഡിൽ മാത്രമേ അങ്ങനെയൊരു സ്ഥിതിവിശേഷമുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടനാട്, ഗ്രേറ്റർ കുട്ടനാട് എന്ന് പറയുന്ന ഭൂപ്രദേശം കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശത്ത്, ആ പ്രദേശത്ത് ഒരു ഹെറിറ്റേജ് സൈറ്റായി UNOയുടെ FAO പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാർഷിക പൈതൃക മേഖല എന്ന പരിഗണന UNO നൽകിയിട്ടുള്ളതുകൊണ്ട് വളരെ ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ കുട്ടനാടിനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നടപടി സ്വീകരിക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. കാർഷിക രംഗത്തുള്ള വിദഗ്ധന്മാർ, ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങി നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നവരെ ഈ വിദഗ്ധ സംഘത്തിൽ ഉൾപ്പെടുത്തി കേരളത്തിലേക്ക് അയക്കാം എന്നും സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ കേരളത്തിൽ വരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പരിഗണിച്ച് അദ്ദേഹം എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഒരു പദ്ധതിയുണ്ട്, ധനധാന്യ പദ്ധതി. ആ പദ്ധതി 24,000 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. 100 ജില്ലകളെ തിരഞ്ഞെടുത്ത് അവിടെ ഒരു തീവ്രയത്ന പരിപാടിയിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വിപുലമായ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജില്ലകളെ കൂടി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലും കാർഷിക വൃത്തിയെ ഉൾപ്പെടുത്തണം. കുട്ടനാടിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിശാല കുട്ടനാട് വികസന അതോറിറ്റി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയുടെ മുമ്പാകെ വയ്ക്കുകയുണ്ടായി. അദ്ദേഹം അതെല്ലാം വളരെ അനുഭാവപൂർവമാണ് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്മേൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് കണ്ടത് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി, പൊതുവിതരണ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. കേരളത്തിൽ ഇപ്പോൾ കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവർ കൊടുക്കുന്ന നെല്ലിന് വില കിട്ടുന്നില്ല എന്നുള്ളതാണ്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണിന്ന് കർഷകർ. ആ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാണ്. അതായത് 2019 കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ആ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം തീർച്ചയായിട്ടും കേരളത്തിലെ കർഷകർക്ക് വലിയൊരാശ്വാസമാണ് ലഭിക്കേണ്ടത്. പക്ഷേ ആ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളെല്ലാം കേരള ഗവൺമെൻറ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ധാരണാപത്രം ഞങ്ങൾക്ക് മന്ത്രിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. 2019 ഒപ്പിട്ട ധാരണാപത്രമാണ്. അതിൽ കേരളത്തിൻ്റെ ഫുഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി, അതുപോലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസിലെ ജനറൽ മാനേജർ GN രാജു, അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സെക്രട്ടറി EK മഞ്ജി തുടങ്ങി 3 പേർ ഈ 2 കേന്ദ്ര സംസ്ഥാന സർക്കാരിനെയും ഫുഡ് കോർപ്പറേഷനെയും പ്രതിനിധീകരിച്ച് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ളതാണ്. ഈ ധാരണാപത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറുകൾക്കകം കർഷകർക്ക് അതിൻ്റെ വില കൊടുക്കണം എന്ന തീരുമാനത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ 2019 ധാരണാപത്രമാണ്, MOU ആണ്. എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് അത് ലംഘിക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, കേരള ഗവൺമെൻറ് കടമെടുത്തിട്ടാണെങ്കിലും
അത് ബാങ്ക് കൺസോർഷ്യത്തിന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് 48 മണിക്കൂറിനകം ആ തുക കർഷകർക്ക് കൊടുക്കേണ്ടതാണ്. അത് ചെയ്യുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച് കർഷകരുടെ നെല്ല് മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നത് സപ്ലൈ കോർപ്പറേഷനാണ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വേണ്ടി രംഗത്ത് വരുന്നത് മില്ല് ഉടമകളാണ്. അവർ ഇത് മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നു. ഒരു പാടി റെസിപ്റ്റ് കൊടുക്കുന്നു, PRS റെസിപ്റ്റ് സ്ലിപ്പ് കൊടുക്കുകയാണ്. ഈ സ്ലിപ്പും കൊണ്ട് ബാങ്കിൽ പോയാൽ ബാങ്ക് കൊടുക്കുന്നത് കടമാണ്. കടമായിട്ട് ആ സ്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. പക്ഷേ അത് കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, 4, 5, 6 മാസങ്ങളായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 577 കോടി രൂപയാണ് ഈ ഒരു വർഷം, ഈ ഒരു കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സംഭരിച്ച നെല്ല് ഇന്ന് കേരള സർക്കാരിൻ്റെ കൈവശമുള്ളത്. അത്രയും പണം കൊടുക്കാനും എന്തിന് ഇത്രയധികം 577 കോടി രൂപ കൊടുക്കാൻ ഈ എടുത്ത നെല്ലിൻ്റെ കൊടുക്കാനിരിക്കെ ആ വ്യവസ്ഥ പ്രകാരം ധാരണാപത്രത്തിലെ ഒരു വ്യവസ്ഥയും അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. കൊടുക്കണം, 48 മണിക്കൂറിനകം കൊടുക്കണമെന്നാണ്. ദ പേയ്മെന്റ് ഓഫ് MSP, അതായത് താങ്ങുവില, ആൻഡ് ബോണസ് ഇഫ് എനി, ഈസ് ടു ബി മെയ്ഡ് ഡയറക്ട്ലി ടു ഫാർമേഴ്സ് ബാങ്ക് അക്കൗണ്ട്സ് ഓൺലൈൻ ത്രൂ ഓൺലൈൻ procurement system by the state government or its agencies, preferably within 48 hours of purchase of paddy. വളരെ വ്യക്തമാണ് MOU. MOUയിൽ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ആൾ ഒപ്പിട്ടിട്ടുണ്ട്. ഇതാ ഒപ്പാണിത്, സീലും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ബുക്ക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സീലുണ്ട്, ഗവൺമെൻറ്റിൻ്റെ എല്ലാം സീലുണ്ട്. വളരെ വിലപ്പെട്ട കനപ്പെട്ട ആധികാരികമായ ഒരു രേഖയാണ്. ഈ MOU എന്തുകൊണ്ട് ലംഘിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് 1100 കോടി രൂപ കിട്ടാനുണ്ട്. 3 ദിവസം മുമ്പും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു 1100 കോടി രൂപ കിട്ടാനുണ്ട്. ഞങ്ങളതേപ്പറ്റി അന്വേഷിച്ചു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടെ കേന്ദ്രത്തിൽ നിന്നും പണം കിട്ടാത്തത് കൊണ്ടാണ് കർഷകർക്ക് കൊടുക്കാൻ സാധിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. പച്ച നുണയാണ്. ഇനി 1100 കോടി രൂപ കിട്ടാനുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു, നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരൂ. എന്തടിസ്ഥാനത്തിലാണ് 1100 രൂപ തരേണ്ടത്? അവർ പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടും മതിയായ രേഖകളും ഹാജരാക്കുന്ന പക്ഷം 1100 അല്ല, അതിൽ കൂടുതൽ തുകയുണ്ടെങ്കിലും തരാൻ തയ്യാറാണ്. 2017 മുതൽ ഉള്ള തുക കിട്ടാൻ കിടക്കുകയാണെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത്. സംഭരണത്തിൽ പല ഇനത്തിലായിട്ട് കേരള ഗവൺമെന്റിന് കേന്ദ്ര സർക്കാർ 1100 കോടി രൂപ കൊടുക്കാണെന്ന് മിനിഞ്ഞാന്നും ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു. മിനിഞ്ഞാന്ന് 35 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 35 കോടി കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. അത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം പറയുന്നു 1100 കോടി രൂപ എന്നത് കിട്ടാം. ഇത് കുറെ നാളുകളോളമായിട്ട് പറയുകയാണ് ഈ പച്ചക്കള്ളം. ഇനി ശരിയാണെന്നിരിക്കട്ടെ, ഇപ്പം മന്ത്രിയും പറയുന്നതാണ്, ഇനി അത് ശരിയാണെന്നിരിക്കട്ടെ, കണക്ക് തരൂ. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, കണക്കുകൾ, രേഖകൾ എല്ലാം തരൂ. 1100 അല്ല, ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ തരാൻ തയ്യാറാണ്. പക്ഷെ കണക്ക് കൊടുക്കാതെ എങ്ങനെയാണ്? എന്തിനത്തിലാണ് 1100 രൂപ കൊടുക്കേണ്ടത്? ഞങ്ങൾ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിനെ 4 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു. ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ 1100 കോടി രൂപ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിനോട് ഇത് ആവശ്യപ്പെട്ടെങ്കിൽ ആ കത്ത് തരൂ. ഞങ്ങളതുകൊണ്ട് ഡൽഹിയിൽ വന്ന് കൊടുക്കാം, കാണിക്കാം, എന്നിട്ട് ആവശ്യപ്പെടാം. ഞങ്ങൾ നിങ്ങളോടെയുണ്ട്. ഈ 1100 രൂപ കിട്ടാനുള്ളതാണെങ്കിൽ അത് വാങ്ങിക്കുന്നതിന് ഞങ്ങൾ നിങ്ങളോടെയുണ്ട് എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും 1 രൂപ പോലും കേരളത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കേന്ദ്രത്തിനുണ്ട് എന്ന് മന്ത്രി പറയുകയുണ്ടായി. ഈ 11 വർഷത്തിനിടയിൽ 10,621 കോടി രൂപ കൊടുത്തിട്ടുണ്ട് കേന്ദ്രം. 10,621 കോടി രൂപ, 68 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ ഈടാക്കുന്ന ബാങ്ക് വായ്പ ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ 8.3% പലിശ, അതും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇനി ബാങ്കിൽ നിന്ന് എടുത്താൽ, ബാങ്കിൽ നിന്ന് പണം എടുക്കുന്നു, പലിശ ബാങ്ക് ഈടാക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതിൻ്റെ പലിശ 8.3% പലിശ കൊടുക്കാൻ തയ്യാറാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
നാളുകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ മുഴുവൻ ഞങ്ങളെ കാണിച്ചു, ഞങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഈ കാര്യങ്ങളിൽ ഒരു തുറന്ന സമീപനം ആവശ്യം. കാരണം കേരളത്തിലെ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുകയാണ് നമുക്ക് ആവശ്യം. അവരെ ഇങ്ങനെ പട്ടിണിക്കിട്ട് ഈ കേരളത്തിൻ്റെ അന്നദാതാക്കളായ മണ്ണിൽ പണിയെടുത്ത് വിളവുണ്ടാക്കി ഈ കേരളത്തിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം വരുന്ന കർഷകർ, അവരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിന് മതിയായ വില കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ചുമതല സർക്കാർ ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കണക്കുകളൊന്നും കൊടുക്കാതെ കേന്ദ്രം പണം തരുന്നില്ല എന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 2025 വരെ ഓരോ വർഷവും ഏതാണ്ട് 1000 കോടിക്കടുത്ത് തുകയാണ് ഈ കഴിഞ്ഞ 11 വർഷത്തിനും കൊടുത്തിട്ടുള്ളത്. പല തുകകളും കൊടുത്തിട്ടുണ്ട്. 2015 744 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, 2016 834 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2025 1062 കോടി രൂപ 32 ലക്ഷം കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ 25 വരെ. കേന്ദ്രം ഒരു കാരണവശാലും ഈ വക കാര്യങ്ങളിൽ ഒരു തരത്തിലും ഒരു ആലസ്യമോ വീഴ്ചയോ ഒന്നും വരുത്തിയിട്ടില്ല. വളരെ ഗൗരവത്തോടെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ കാണുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, കേരളത്തിലെ കർഷകരിൽ നിന്നും നെല്ലെടുക്കുന്ന സന്ദർഭത്തിൽ 1 കിലോയ്ക്ക് 28 രൂപ 20 പൈസയാണ് നൽകുന്നത്. അതിൽ 23 രൂപ കേന്ദ്രത്തിൽ കൊടുക്കുന്ന പൈസയാണ്, ബാക്കി 5 രൂപ 20 പൈസയാണ് കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. അങ്ങനെ 28 രൂപ 20 പൈസയാണ്. പക്ഷേ 2011 മുതൽ ഈ കഴിഞ്ഞ 5 വർഷം ഓരോ വർഷവും കേന്ദ്ര ഗവൺമെൻറ് പണം കൂട്ടിയിട്ടുണ്ട്. അതായത് 5 രൂപ 1 പൈസ ഇതേവരെ കൂട്ടിയിട്ടുണ്ട്. കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൂട്ടിയത്. 23 രൂപയല്ല, 23 രൂപ ഓരോ വെച്ചാൽ അടുത്ത വർഷം 1 രൂപ 2 രൂപ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതേവരെ 5 രൂപ 1 പൈസ ഈ കഴിഞ്ഞ 5 വർഷത്തിനകം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 33 രൂപ 32 പൈസ കിട്ടേണ്ടതാണ്. അത് കൊടുക്കുന്നില്ല. കേന്ദ്രം കൊടുത്ത പൈസ എന്തിനു വെട്ടിക്കുറയ്ക്കണം? കേന്ദ്രം കൊടുത്തിരിക്കുന്ന പൈസ അതേപടി കർഷകർക്ക് കൊടുക്കണ്ടേ? ഇത്രയും നാളുകളായിട്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളും വർദ്ധിപ്പിച്ചിട്ടും കേരളത്തിൽ മാത്രം 22 രൂപ 20 പൈസയെ കൊടുക്കൂ എന്ന് തീരുമാനം എടുക്കുന്നതിനാണ്. കേന്ദ്രം എത്ര കൂട്ടിയാലും, കേന്ദ്രത്തിൻ്റെ വിഹിതം എത്ര കൂട്ടിയാലും 28 രൂപ 20 പൈസ കൂടുതൽ കൊടുക്കില്ല. കാരണം കേരളം കൊടുക്കേണ്ട ബോണസ് ചുരുക്കി കൊണ്ടുവരും, വെട്ടിക്കുറയ്ക്കും. അതെന്തിനാണ്? അതുകൊണ്ട് കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ടത്, കേരളത്തിലെ കർഷകർക്ക് അവകാശപ്പെട്ടത് 33 രൂപ 21 പൈസയാണ് ശരിക്കും. പക്ഷേ 28 രൂപ 20 പൈസയെ കൊടുക്കുന്നുള്ളൂ. കേന്ദ്രത്തിന് എന്തിനു കുറ്റം പറയണം? കേന്ദ്രം കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം. കാരണം ഇത് സംബന്ധിച്ച് വില നിശ്ചയിക്കുന്നത് കേന്ദ്രത്തിൽ ഒരു അഗ്രികൾച്ചർ വില നിശ്ചയിക്കുന്ന ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷനാണ് കർഷകർക്കുണ്ടാകുന്ന ഓരോ വർഷം ഉണ്ടാകുന്ന ചെലവുകളെക്കുറിച്ച്, വളത്തിൻ്റെ ആയിരുന്നാലും കീടനാശിനിയുടെ ആയിരുന്നാലും അങ്ങനെ കൂലിയുടെ കാര്യത്തിലും വർധനവുണ്ടാകുമ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഈ താങ്ങുവിലയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന താങ്ങുവിലയിൽ വർധനവുണ്ടാക്കുന്നത്. കേരള ഗവൺമെൻറ് കുറയ്ക്കുകയാണ്. 28 രൂപ 20 പൈസയെ കൊടുക്കുകയുള്ളൂ. എത്രയോ നാളുകളായിട്ട് 28 രൂപ 20 പൈസ അതൊട്ട് കൊടുക്കുന്നുമില്ല എന്ന് കൂടെ പറഞ്ഞാലോ. വർധനവും കൊടുക്കുന്നില്ല, തുക ഒന്നാകെ കൊടുക്കുന്നില്ല എന്നൊരവസ്ഥ വാസ്തവത്തിൽ ഒരു മനുഷ്യാവകാശ ധ്വംസനം തന്നെയാണ്. ജീവിക്കാനുള്ള കർഷകരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇത് കർഷകർക്ക് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്നൊരു കാര്യമല്ല. ഇനിയും മറ്റൊരു കാര്യം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് ഉള്ളതിനെക്കുറിച്ച് കേന്ദ്ര പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയായിട്ട് ചർച്ച ചെയ്തു. അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു. ഇനി കേരള ഗവൺമെൻറ്റിന് പണം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ NCCF ഉണ്ട്. NCCF പല സംസ്ഥാനങ്ങളിൽ നിന്നും നെല്ല് സംഭരിക്കുന്നുണ്ട്. അവർ സംഭരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കൊടുക്കും. പക്ഷേ കേരള ഗവൺമെൻറ് തയ്യാറാണോ? കേന്ദ്രം തയ്യാറാണ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അന്വേഷണ സംഘത്തെ അയക്കുകയാണ്, അതിനുള്ള സാധ്യതകൾ ആരായുകയാണ്. കാരണം NCCF അരി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു ഏജൻസിയാണ്. അവർ അരി എടുക്കാൻ കേരളത്തിൻ്റെ അരിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. പാലക്കാടൻ മട്ട അരിയെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. കുട്ടനാടൻ അരിയെക്കുറിച്ച്, കുട്ടനാടൻ അരി എന്ന് പറയുന്നതിന് പ്രത്യേകമായൊരു മതിപ്പുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി കേന്ദ്രീകൃതമായ സംഭരണമാണ് താല്പര്യമെങ്കിൽ
അംഗീകരിക്കുമെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രംഗത്ത് വരാൻ തയ്യാറാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പല സംസ്ഥാനങ്ങളിൽ നിന്നും നെല്ല് ശേഖരിക്കുന്നുണ്ട്. അത് കേന്ദ്രീകൃത പൊതുവിതരണ സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തിന് വിട്ടുകൊടുക്കൂ. കേരളം മാത്രം വികേന്ദ്രീകൃത സമ്പ്രദായമാണ്. ഒരു കേന്ദ്രീകൃത വിതരണ സമ്പ്രദായം തയ്യാറാണെങ്കിൽ, കേരള ഗവൺമെൻറ് തയ്യാറാണെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും രംഗത്തേക്ക് വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മത്സ്യ കൃഷി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടനാടിലും പാലക്കാടും തൃശ്ശൂർ കോൾ നിലങ്ങളിലുമെല്ലാം പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സംഘത്തെ അയക്കാം എന്ന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രിയും അതുപോലെ സഹമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ സംഘം വന്ന് ഈ 3-4 ജില്ലകളിൽ യാത്ര ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടൂറിസത്തിൻ്റെ കാര്യം. ടൂറിസത്തിൻ്റെ കാര്യത്തിലും വളരെ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാം എന്ന് കേന്ദ്രത്തിലെ പല മന്ത്രിമാരും സമ്മതിച്ചിട്ടുണ്ട്. കേന്ദ്രം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളിൽ ഒന്ന് പ്രധാനം ധനധാന്യ പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിലെ പല ജില്ലകളെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗ്രേറ്റർ കുട്ടനാട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കുക എന്ന ആശയവും കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഭാവാത്മകമായ ക്രിയാത്മകമായ ഒരു അനുകൂലമായ ഒരു സമീപനമാണ്, പ്രതികരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രിമാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഏതായിരുന്നാൽ ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന വേളയിൽ തന്നെ വിദഗ്ധ സംഘങ്ങൾ കേരളത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മന്ത്രിമാർ കേരളത്തിലെത്തണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അതിപ്പോൾ അവർ സംസാരിക്കും. ICAR ഉണ്ടല്ലോ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അങ്ങനെ പല ഏജൻസികളുണ്ട്. അവരാണല്ലോ വിദഗ്ധന്മാർ ഈ കാര്യം. അവരുമായിട്ട് ഇന്നലെ തന്നെ മന്ത്രി സംസാരിച്ചിട്ടുണ്ട്, വീണ്ടും സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഈ സമ്മേളനം നടക്കുന്ന വേളയിൽ തന്നെ അവരുടെ സംഘം ഡേറ്റ് പറഞ്ഞില്ല. ശിവരാജ് സിംഗ് ഞാൻ കൃഷിയെ സംബന്ധിച്ച്, പൊതുവിതരണത്തെ സംബന്ധിച്ചിടത്തോളം പ്രഹ്ലാദ് ജോഷി, ടൂറിസം സംബന്ധിച്ച് രഞ്ജൻ സിംഗ്, മറ്റേ ജലസേചനമുണ്ട്. ജലസേചനം അവിടെ പല കനാലുകളും മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്, എക്കല് പ്ലാസ്റ്റിക് ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ജലസേചനം വേണ്ടത് നടക്കുന്നില്ല. വേമ്പനാട് കായലിൽ ഇനി ഒരു 10 വർഷത്തേക്ക് കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നും സംശയമാണ്. അത്രയ്ക്ക് നാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, സെപ്പറേറ്റ് 6 കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംസാരിച്ചു. ഈ കേരളത്തിനടക്കം വലിയ വിവാദമായ സംഭവമാണ് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംശയം. അതിലെന്താണ് താങ്കളുടെ അഭിപ്രായം? നെല്ല് സംഭരണം കഴിഞ്ഞു. അപ്പോൾ ആ വിഷയത്തിലൊക്കെ നമ്മുടെ പാർട്ടിയുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, ഇന്നലെയും പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്താണ് നയം, സമീപനം എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന കാര്യമന്ത്രി ശ്രീ ജോർജ് കുര്യനും പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെയും പറഞ്ഞു, മിഞ്ഞാന്നും പറഞ്ഞു. ഇവരെല്ലാവരും തങ്ങളുടെ നിലപാട് പറഞ്ഞു. അതെ, മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് ജോലി പറയുന്നത്. ഇത് ഏതാണ് സത്യം? അല്ല, അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടും സത്യമാകില്ലല്ലോ. അല്ല, അവരെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പം നമുക്ക് അവരെ കാണുമ്പോൾ അവരോട് ചോദിക്കാനേ പറ്റുള്ളൂ. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിലപാടെന്താണ് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഒരു രമ്യമായ പരിഹാരമാണ്. CPM-ഉം കോൺഗ്രസും ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം വഷളാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നത്. എന്നെപ്പോലുള്ളവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് രമ്യമായ ഒരു പരിഹാരമാണ്. നീതി കിട്ടണം. നീതി കിട്ടുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടണം. ശരി, എന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാൽ ഈ പ്രശ്നം വഷളാക്കാനോ
ഏതെങ്കിലും വിധത്തിൽ ഒരു വിദ്വേഷമോ വെറുപ്പോ പകയോ ഉണ്ടാകുന്ന രീതിയിലേക്ക് വിഷയത്തെ വലിച്ചിഴക്കാതെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ, സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം, രമ്യമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ നിലപാട് അതാണ്, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. പാർട്ടി കോടതിയിൽ പാലിക്കപ്പെടുന്നില്ല. കാര്യം ഈ ജാമ്യത്തിന് സഹായകരമായ നിലപാട് എടുക്കാമെന്ന് പറയുമ്പോഴും ഛത്തീസ്ഗഡ് സർക്കാർ കോടതി എതിർക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ട്, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടെ ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ തൃശ്ശൂർ 2 കന്യാസ്ത്രീകൾക്കെതിരെ കേസുണ്ടായി. നിലവിലുള്ള ഒരു നിയമം ലംഘിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ പോലീസോ ആരെങ്കിലും കേസെടുത്തു. പിന്നെ പറയേണ്ടത് കോടതിയാണ്. കോടതിയിൽ നീതിക്ക് വേണ്ടിയിട്ട് സമീപിക്കുകയാണ്. അപ്പോൾ കോടതിയിലുള്ളൊരു കേസാണിത്. ഇതിൻ്റെ തെറ്റും ശരിയും ഞാനെങ്ങനെ പറയും? അപ്പം അതിൻ്റെ അകത്ത് ഒരു കോടതിയിൽ ഒരു കേസുള്ളൊരു വിഷയത്തിൽ കോടതി തീരുമാനിക്കട്ടെ. ജാമ്യം കിട്ടുക അല്ലെന്ന് ഞാൻ അത്രത്തോളം കാര്യത്തെപ്പറ്റി പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കോടതിയിൽ കേസാണല്ലോ, അവിടെ പരിശോധിക്കട്ടെ. കേസ് ജാമ്യം കിട്ടി പുറത്തിറങ്ങട്ടെ. ജാമ്യം കിട്ടാൻ ആണ് അവർക്ക് ആവശ്യമെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. എന്തൊക്കെയാണോ ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടത് അതൊക്കെ BJP ചെയ്തു കൊടുക്കും. അതെ അതെ ശ്രമിക്കും, തീർച്ചയായും. സഭകളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അവരോടുള്ള സൗഹൃദം, സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അവരുമായിട്ടെല്ലാം സൗഹൃദത്തിലും സ്നേഹബന്ധത്തിലും കഴിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷയം ഒരിക്കലും ആ ബന്ധങ്ങൾ ഉലയാനിടയാകരുത് എന്ന് തന്നെയാണ് എനിക്ക് ഉള്ള നിലപാടാണ് എനിക്കുള്ളത്. അല്ല, നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടുകയില്ല നടത്തുന്നുണ്ടോ? നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ജാമ്യവ്യവസ്ഥ നൽകുന്നത് നിയമത്തിൻ്റെ വഴിയാണ്. ഇനി കോടതിയിൽ കേസെത്തിയിരിക്കുന്ന സ്ഥിതിക്ക് അതേക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയില്ല. കാരണം 2 കൂട്ടർക്കും ആർക്കൊക്കെയാണോ അവരുടെ ഭാഗം പറയേണ്ടത് കോടതിയിൽ അതിനുള്ള അവസരമുണ്ട്, പറയട്ടെ. ഉലയില്ല. അത് കേന്ദ്രമന്ത്രി ഒരു കാര്യം പറഞ്ഞു. ആ കേന്ദ്രമന്ത്രി അത് പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് എന്തെങ്കിലും ഉണ്ടാകും. അല്ലെങ്കിൽ അദ്ദേഹം അത് പറയത്തില്ല. അത് എതിർഭാഗത്ത് നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എതിർഭാഗത്തിനുണ്ടാകും. പറഞ്ഞോട്ടെ. അതെ അതെ തീർച്ചയായിട്ടും അതെ. ഇല്ല, ശരി. ഞാനും പറഞ്ഞത് ആ കാര്യത്തിൽ നീതി കിട്ടാൻ എന്തൊക്കെ തടസ്സങ്ങളാണ് അവർക്ക് ജാമ്യം കിട്ടാനുള്ളത്, ആ കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട പ്രത്യേക സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഡൽഹി വന്ന് ഈ പറയുന്ന പ്രധാനമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കണ്ടത് ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? നമ്മൾ അകന്ന് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരു കാരണവശാലും BJPയുടെ ഭാഗത്തുനിന്ന് ആരുടെയെങ്കിലും വികാരത്തെയോ വിശ്വാസത്തെയോ ഹനിക്കുന്ന ഒരു നടപടി ഉണ്ടാവില്ല. തീർച്ചയായും അത് ഏത് ഭാഗത്തിൻ്റെ ആയിരുന്നാലും അത് നയമല്ല. അങ്ങനെയൊന്നുമില്ല. സ്റ്റേറ്റ് പ്രസിഡന്റ് ഡൽഹിയിൽ വന്നു, അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ പോയി. ഇതൊക്കെ പാർട്ടി എടുക്കുന്ന തീരുമാനമല്ലേ? അദ്ദേഹം എന്തിനാ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ തന്നെ ആയിരുന്നു അദ്ദേഹം ഇത്രയും ദിവസം ചെലവഴിച്ചത്. അദ്ദേഹത്തെ നടന്നോളും. അല്ല, എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. ഈ വിഷയം ഒരു ദിവസം കൊണ്ട് തീരുന്നൊരു വിഷയമല്ലല്ലോ. ഇനിയും കാര്യങ്ങൾ ഇപ്പൊ കോടതിയിൽ എത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്. ഇനി കോടതിയിൽ എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് അതേക്കുറിച്ച് അറിയാൻ പറ്റില്ല. അതിൽ കിട്ടുന്നില്ലെങ്കിൽ അപ്പോഴത്തെ സ്ഥിതി വിശേഷം എന്താണെന്നുള്ളതിനെ പറ്റി ചിന്തിക്കാം. അതെ, ആയിക്കോട്ടെ. അതെ, അല്ല അതൊരു നിയമം.
അപ്പോൾ നിലവിലുണ്ടായതെല്ലാം ബജരംഗ പ്രവർത്തകരുടെ സമ്മർദ്ദം മൂലമാണ് ഈ വിഷയം ഉണ്ടാകുന്നത് തന്നെ. അപ്പൊ ആ വിഷയത്തിൽ എന്താണ് താങ്കൾ പറയുന്നത്? അല്ല, ഇപ്പോൾ ജാമ്യം സംബന്ധിച്ച വിഷയമാണ് മുന്നിലുള്ളത്. അതേ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അവർക്കൊരു നീതി കിട്ടി, ഈ കാര്യത്തിൽ ഈ ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പ്രയോറിറ്റി. അതിനാണ് ഏറ്റവും മുൻഗണന. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിന് പ്രധാനമന്ത്രിയെ കാണണം, ആഭ്യന്തരമന്ത്രിയെ കാണണം, അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണണം. ഈ കാര്യം കേരളത്തിലെ BJPയുടെ നേതൃത്വം വളരെ സജീവമായി സക്രിയമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും എങ്ങനെയും ഈ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി വിഷയം മുഴുവൻ പോസ്റ്റ്മോർട്ടം ചെയ്താലേ ശരിയും തെറ്റും നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. പറയുന്നത് BJPയെ സംബന്ധിച്ചുള്ള ശരിയല്ല. കാരണം ഇനി ഒട്ടേറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അത് അറിഞ്ഞ് മനസ്സിലാക്കി ഇനിയുള്ള കാലങ്ങളിൽ അത് ജനങ്ങളോട് വിശദീകരിക്കാം. അതിനൊന്നും ഒരു മടിയില്ല. ഇപ്പോൾ എന്താണ് ആവശ്യം? ജാമ്യം കിട്ടുക എന്നുള്ളതാണ്. അതാണ് വിഷയം. അല്ല, അവരെന്ത് പ്രവൃത്തി നടത്തി അവരുടെ ഭാഗം എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാത്തടത്തോളം കാലം ഞാൻ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയാം. പിന്നെ അല്ല, അതെ, അതിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയത് അനൂപ് ആന്റണിയാണ്. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജാമ്യം കിട്ടുക എന്നുള്ള ഒരൊറ്റ വിഷയത്തിലാണ് ഇപ്പോൾ ഇത്തെ കാര്യങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് കിട്ടട്ടെ. അതിനുശേഷം അനൂപ് ആന്റണിയോ അവിടെ രംഗത്ത് എത്തിയിരിക്കുന്ന ആൾക്കാർ അതേ സംബന്ധിച്ചുള്ള വിശദീകരണം തരും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കാര്യത്തിൽ അത് സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ എറണാകുളത്തുണ്ടായിരുന്നല്ലോ, മീഡിയ കണ്ടതാണല്ലോ. അദ്ദേഹം ദിവസവും കാണുന്നുമുണ്ട്, ഇനിയും കാണുകയും ചെയ്യും. ഈ കാര്യത്തിലൊന്നും ഒരു ഒളിച്ചുകളിയുമില്ല. പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് പോലെ പറയാൻ BJPക്ക് സാധ്യമല്ല. BJPയുടെ ആഗ്രഹം സമുദായങ്ങൾ, മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും സ്നേഹബന്ധവും തുടരണമെന്നുള്ളതാണ്. അത് നിലനിർത്തണം. പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാകണം. ആരെയെങ്കിലും കുറ്റപ്പെടുത്തി ആരെയെങ്കിലും കോർണർ ചെയ്ത് ഈ കാര്യത്തിൽ ഒരു പ്രശ്നം വഷളാക്കാനല്ല ശ്രമിക്കുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നം വഷളാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ്. BJPക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശമില്ല. BJPക്ക് ഉള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവുമായി വളരെയേറെ അങ്ങേയറ്റത്തെ സ്നേഹബന്ധവും ഐക്യവുമാണുള്ളത്. അവരുടെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള ഏത് പ്രശ്നങ്ങളും പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഇനി ശ്രമിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ വിശ്വാസവും ബന്ധങ്ങളും ഉലയാതെ കാത്തു സൂക്ഷിക്കണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ അങ്ങേയറ്റം സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെപ്പറ്റി പ്രതികരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറെ നാൾ പ്രത്യേകിച്ച് ഈസ്റ്റർ ദിനത്തിൽ, ക്രിസ്മസ് ദിനത്തിലൊക്കെ സന്ദർശനങ്ങളൊക്കെ നടത്തി ഈ സൗഹാർദ്ദത്തിലേക്ക് കൊണ്ടുവരുന്ന ശ്രമിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായത്. നിലവിൽ ഈ ബന്ധത്തിൽ ഒരു ഉലച്ചിലും ഉണ്ടാക്കിയില്ല. അല്ല, ബന്ധങ്ങൾ ഉലയേണ്ട കാര്യമില്ല. ഇത് അവിടുത്തെ കുറേ ആളുകൾ കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഉണ്ടായൊരു സംഭവമാണ്. അതിൻ്റെ ശരിയും തെറ്റും എന്ത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. അതൊന്നും കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള ബന്ധത്തെ ഉലയ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനുള്ള കാരണം ഉണ്ടായിട്ടില്ല. കാരണം ഇതുപോലെ കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്ത പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, തൃശ്ശൂർ വെച്ച് 2 കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം എന്തായിരുന്നു? കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തു എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ അവസാന സമയം വരെയും വാദിച്ചത്. ഇവിടെ ഭരിക്കുന്ന ഈ LDF സർക്കാരല്ലേ, LDF സർക്കാരിൻ്റെ പ്രോസിക്യൂഷനല്ലേ പറഞ്ഞത്. അപ്പോഴൊന്നും ഈ കന്യാസ്ത്രീകളുടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു. ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഒരു നിയമം നിലവിലുള്ളപ്പോൾ അത് ലംഘിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയാൽ അവിടുത്തെ ക്രമസമാധാന നിലയുടെ ചുമതല വഹിക്കുന്ന പോലീസായിരുന്നാലും ആരായിരുന്നാലും ചില നടപടികൾ സ്വീകരിക്കും. പക്ഷേ അതിൽ ശരിയും തെറ്റും പറയേണ്ടത് കോടതിയിലാണ്. കോടതിയിൽ ഇത് പറയും. അല്ല, നടപടിയെടുത്ത് ജാമ്യം എടുത്തില്ലേ? അവിടെ ജാമ്യം കിട്ടി, ഇവിടെ ജാമ്യം കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. അവിടെ ജാമ്യം കിട്ടിയതുകൊണ്ടല്ലേ അവസാനം വരെ പുറത്തിറങ്ങി നിന്നു. അല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് ശരിയും തെറ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞാനെന്തിനാ ശരിയും തെറ്റിനെ കുറിച്ച് പറയുന്നു? സംസ്ഥാന പ്രസിഡന്റാണ് ഈ വക കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരാൾ. അനൂപ് ആന്റണിയാണ് സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ടുള്ള ആൾ. രണ്ടുപേർക്കും പാർട്ടി കൊടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടയാൾ. എനിക്ക് പറയാനുള്ളത്, രമ്യമായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. ഇത് വഷളാക്കി വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി നാട്ടിൽ ഒരു ക്രമസമാധാന തകരാരും ഒക്കെ ഇടയാക്കുന്നതിലേക്ക് ഇത് വഷളാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ.